ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് തേഴ്സ്ഡേ മോർണിംഗ്. ഇന്ന് അപ്പൂന് സ്കൂളിൽ പോകണം. അതുകൊണ്ട് രാവിലെ എണീറ്റിട്ടുണ്ടേ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ്. ഇതുവരെ അപ്പൂന് 10 മണിക്ക് പോയാൽ മതിയായിരുന്നു, അംഗനവാടിയിലായാലും ട്യൂഷനായാലും. അപ്പോൾ അതനുസരിച്ചായിരുന്നു എൻ്റെ ഒരു റൊട്ടീനും ജോലികളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ രാവിലെ 7:50 ആകുമ്പോൾ അപ്പൂന് സ്കൂൾ ബസ് വരും. സോ അതുകൊണ്ട് അതനുസരിച്ചിട്ട് എല്ലാം റെഡിയാക്കണം. കാരണം അയാൾക്കും കൂടി കൊണ്ടുപോകണമല്ലോ. അയാൾക്ക് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറ് തന്നെയാണ് കൊടുത്തു വിടാറ്. ചോറിൻ്റെ കൂടെ ഇതുപോലെ എന്തെങ്കിലും തോരൻ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി, അവിയൽ, ഇതിലേതെങ്കിലും ആയിരിക്കും കൊടുത്തു വിടാറ്. ഇവിടെ വീട്ടിലായാലും ഇതൊക്കെ തന്നെ അയാൾ കഴിക്കുന്നതും. പിന്നെന്താ, കൂടെ ഒരു തൈരോ മോര് കാച്ചിയതോ എന്തെങ്കിലും കാണും വീട്ടിലാവുമ്പോൾ. പക്ഷേ സ്കൂളിൽ ഞാൻ അതൊന്നും ഇതുവരെ ഇപ്പോൾ വരെ കൊടുത്തു വിട്ടിട്ടില്ല. കുറച്ചുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അപ്പൂനായിട്ട് അങ്ങനെ സ്പെഷ്യൽ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അത് അയാൾ ആഹാരം കഴിച്ചു തുടങ്ങി അന്ന് മുതൽ അങ്ങനെ തന്നെയാണ്. സ്പെഷ്യൽ ഫുഡ് അങ്ങനെ ഒന്നും അയാൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. നമ്മളെന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് അയാളും കഴിക്കുന്നത്. ഇതിപ്പോൾ രാവിലെ ചേച്ചിയെ വീഡിയോ കോൾ വിളിക്കുന്നതാണ്. ഇതൊരു ഡെയിലി റൊട്ടീനാണ്. ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ ചേച്ചി ഇങ്ങോട്ട് വിളിക്കും. ചേച്ചിയുടെ കുഞ്ഞും എൻ്റെ മോനും തമ്മിൽ 3 മാസത്തെ വ്യത്യാസമേ ഉള്ളേ. 3 മാസത്തേക്ക് മൂത്തത് എൻ്റെ മോനാണ്. അപ്പോൾ എന്നും രാവിലെ ഇതുപോലെ വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കാറുണ്ട്. 5 മിനിറ്റ് അങ്ങോട്ട് പോകാവുന്ന ദൂരമേ ഉള്ളൂ വീടുകൾ തമ്മിൽ. പക്ഷെ എന്നും രാവിലെ മുടങ്ങാതെ വിളിക്കും. അപ്പോൾ എന്താ പറഞ്ഞു വന്നേ, അപ്പൂൻ്റെ ഫുഡ് എരി കുറച്ച് കുറയ്ക്കുമെന്നല്ലാതെ വേറെ സെപ്പറേറ്റ് ഫുഡോ കറിയോ ഒന്നും അയാൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾക്ക് ഇപ്പോൾ എന്താ കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ അത് തന്നെയാണ് അയാൾക്കും കൊടുക്കാറ്. അയാൾക്കും അങ്ങനെ ഇന്ന ഫുഡ് വേണം, എനിക്ക് അത് വേണം ഇത് വേണമെന്നൊന്നുമില്ല. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതും അയാൾ കഴിച്ചോളും. ഓക്കെ, അങ്ങനെ അപ്പൂന് കൊണ്ടുപോകാനായിട്ട് ലഞ്ചൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. ഇത് മുഴുവനും കഴിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എങ്കിലും കഴിക്കട്ടെ. പിന്നെ ഇതുവരെ ഞാൻ സ്നാക്സിനായിട്ട് കൊടുത്തു വിടുന്നത് ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ഐറ്റംസാണ്. പണ്ടൊക്കെ ഞാൻ വിചാരിക്കും വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും കൊടുത്തു വിടണമെന്ന്. പക്ഷേ അതിനുള്ള സമയം ഞാൻ പറഞ്ഞില്ലേ, റൊട്ടീൻസ് എല്ലാം ഒന്ന് റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ കഴിക്കാനായിട്ട് അയാൾക്ക് ഒരു ഇഡലി എടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാർ റെഡി ആയിട്ടില്ല. പക്ഷേ ഞാൻ അതിൽ നിന്ന് മലക്കറി വെന്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് എടുത്തു. പിന്നെ കുറച്ച് പാലും കൂടി അയാൾക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ള് കഴിക്കത്തില്ല, കുറച്ചൊക്കെ കൊടുത്തു. പിന്നെന്താ, പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് 5 മിനിറ്റ് നടന്നാൽ മതി, മേളിലോട്ട് കയറിയാൽ മെയിൻ റോഡാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.